ചിലപ്പോ രാവിലെ കൊണ്ടുവന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ മനീഷാനൊന്ന് വിളിക്കട്ടെ. നിന്റെ തല കാണുന്നില്ല. അത് മേടിക്ക എന്തേലും ചെയ്യാതാ. അങ്ങനെ ഇന്ന് എന്താടി ഇരുന്നത്? കഞ്ഞീരൊന്ന് നാളെ തൃക്കേട്ടാണ്, മറ്റന്നാണ് മൂലം. ഭയങ്കര കൊതുക. അപ്പ ലച്ചൂന് ചോക്കോസ്. ഞാൻ കുറച്ച് ബൂസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ്, ഇടിയപ്പം, പിന്നെ കടലക്കറി. ഇത്രയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ വേഗം ചായ ഉണ്ടാക്കട്ടെ. ഇതെല്ലാം ചെയ്തിട്ട് സ്പീഡിലല്ലേ കാണിക്കും. എൻ്റെ ഫോൺ വെക്കണോ? അപ്പൊ ഞങ്ങള് വേഗം ചായ കുടിക്കട്ടെ കേട്ടാ. കുറച്ച് ഒരു ഇടിയപ്പം കൂടെ കഴിക്കണം. ഇച്ചിരി ഉപ്പുമാവ് വിശക്കണം. നെയ്യിട്ടിട്ടുണ്ടോ അല്ലേ? അപ്പം ഇന്ന് റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ് സ്റ്റാൻഡ് മൊത്തം ഡ്രസ്സുകളൊക്കെയാണ്. അതിന് മുന്നേ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായി. അപ്പോൾ ആ ഡ്രസ്സൊന്നും മടക്കി വെക്കാനോ അലക്കാനോ ഉണക്കാനോ ഒന്നിനുള്ള നേരം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്നെങ്കിലും ചെയ്തില്ലെങ്കിൽ എപ്പോൾ ചെയ്യാനാന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താ പറയുക, വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഡ്രസ് സ്റ്റാൻഡൊക്കെ ഒന്ന് പുറത്തോട്ടാക്കാൻ പോകും. എന്നോട് എപ്പോഴും ഒരു കുട്ടി പറയും കേട്ടോ, ചേച്ചി ക്ലീനിങ് വീഡിയോ ഇടുമെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാ കൊല്ലം ഓണത്തിന് ഞാൻ നേരത്തെ എല്ലാം ചെയ്ത് വെക്കണതാണ്. പ്രാവശ്യം എന്തോ സമയം കിട്ടിയില്ല. അപ്പം ആ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കുട്ടി എപ്പോഴും എന്നോട് പറയും, ചേച്ചി ക്ലീനിങ് വീഡിയോ കാണിക്കുമോ. പിന്നെ അതാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു.
അപ്പൊ നമുക്ക് ഇവിടുത്തെ മാറാമ്പലേക്കൊന്ന് കളയാം. ഇന്നാലും ഞാനൊരാള് ഇത് കൂടെ പോയപ്പോ ഞാൻ വാങ്ങിയതാണ്. എപ്പോഴും വിചാരിക്കുക അയാൾ വരുമ്പോഴത്തേക്ക് ഇത് വാങ്ങണം ഇത് വാങ്ങണം, പക്ഷെ വാങ്ങാറില്ല. പക്ഷെ ഞാൻ വാങ്ങി, അല്ലെങ്കിൽ ഞാൻ ചൂട് വെച്ചായിരുന്നു ഇതൊക്കെ ചെയ്തോണ്ട്. ഫാന് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ട് ലാഡറൊക്കെ വെച്ചിട്ട് തുടച്ചു തരാറുണ്ട്. പ്രാവശ്യം ചെയ്തോളും തിരക്കാം, അപ്പം ഞാൻ തന്നെ ചെയ്യാറുണ്ട്. അലമാരി ക്ലീൻ ചെയ്യാം. ഈ അലമാരിയിൽ ചില ആൾക്കാർ മുകളിൽ പൊടി വരാതിരിക്കാനായിട്ട് ന്യൂസ് പേപ്പർ ഇരിക്കും. എന്നിട്ട് ആ ന്യൂസ് പേപ്പർ ലാസ്റ്റ് എന്തെങ്കിലും പൊടി വരുമ്പോഴത്തെ അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ഇട്ടില്ല. പിന്നെ ഞാൻ അലമാരിയുടെ മുകളിൽ അധികം സാധനങ്ങൾ വെക്കാറില്ല. അപ്പം ഒന്ന് വെറുതെ തുടച്ചിട്ടാൽ മതിയോ. അപ്പം ഞാൻ അത് ചെയ്യാൻ പോണ ആദ്യം. ബെർത്ത് നമ്മൾ കവർ ചെയ്തല്ല വെച്ചേക്കണത്, ഓപ്പൺ ആയിട്ടാണ് ഇരിക്കണത്. ഞാനൊരു സാധനവും ബെർത്തിന്റെ മുകളിൽ വെക്കാറില്ല കേട്ടോ. പക്ഷെ പൊടി എന്ന് പറഞ്ഞാൽ അപാര പൊടിയാണ്. ഈ പൊടിയൊക്കെയാണ് നമ്മൾ ഫാനും AC ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നക്കാരനാവണത്. അപ്പം നമ്മൾ എന്താ പറയുക, 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓൾറെഡി, എനിക്ക് എന്തോ ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അല്ലെങ്കിൽ ഇത്രയും പൊടി വരാറുമില്ല. ഇനി ഞാൻ ജനലേക്കൊന്ന് തുടക്കുകയാണ്. ജനല തുടയ്ക്കാൻ ഭയങ്കര പാടാ, മടിയാ എനിക്ക്. അതിൻ്റെ ഈ കമ്പിയുടെ ഇടയിലൊക്കെ കയറി തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയും വേണം. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ലച്ചു സ്കൂളിൽ പോയതിന് ശേഷമാണ് ഫുൾ ക്ലീൻ ചെയ്യാറുള്ളൂ. കാരണം അവർക്ക് പൊടിയൊക്കെ ആയി കഴിഞ്ഞാൽ തുമ്മലൊക്കെ വരില്ലേ. അപ്പം പിന്നെ ലച്ചുവിനെ ഞാൻ പുറത്താക്കി, ഇവിടെ കയറല്ലേ എന്നും പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ട്. അപ്പം വേഗം ഒന്ന് ജനലേക്കൊന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഞാൻ നനഞ്ഞ തുണി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് തുടക്കണത്. അപ്പം പൊടി മൂക്കിലേക്ക് അടിക്കില്ല, ഫാൻ ഓൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മൂക്കിലേക്കൊക്കെ പൊടി കയറും. അപ്പം എന്നോടൊരു കുട്ടി ഞാൻ തുടക്കം തന്നെ പറഞ്ഞ് ക്ലീനിങ് വീഡിയോ ഇടുമെന്ന്. സമയം കിട്ടാത്തതുണ്ടായിരുന്നു ആ സമയത്തൊന്നും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓണമല്ലേ, അപ്പം വേഗം ഇത് കഴിഞ്ഞിട്ട് വേണം സ്റ്റഡി ടേബിളൊക്കെ തുടക്കാൻ. ഇവിടെ ഫുള്ള് ചെടിയിരിക്കണേ, അപ്പം സൂക്ഷിക്കണം. എത്ര മാസ്ക് വെച്ചിട്ടും പൊടി കയറി, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം.
എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയേ ഉള്ളൂ. തുമ്മലായി, മാസ്ക് വെച്ചിട്ടും തുമ്മലായി. ഞങ്ങൾ ഓണക്കോടി വാങ്ങാൻ വേണ്ടി പോവാണ്ടാ. സത്യത്തില് എനിക്ക് കണ്ടാലല്ലേ പോസ്റ്റിന്റെ പൊക്കത്ത് കണ്ട പ്രാവ് പോസ്റ്റിന്റെ ആ അത് കാണാൻ പറ്റൂലേ തൊട്ട് ഇതില്. ഇതാണ് ചങ്ങമ്പുഴ. അത് ഞാൻ എന്റെ വ്ലോഗിൽ ഇഷ്ടം പോലെ മരത്തിന്റെ ഇത് കണ്ട നമ്മുടെ അടുത്ത് ഉണ്ടാന്നാവോ. അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ, കുറെ നേരമേ. ഞങ്ങൾ ഓണക്കോടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലച്ചുവിന് മാത്രം ഇരിക്കുന്നു വാങ്ങണത്, ഞങ്ങക്ക് പിന്നേക്ക് ഇരിക്കും വാങ്ങണത്. ഞാൻ ഓൺലൈനിൽ 2 എണ്ണം വാങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടും കൂടി ചിലപ്പോൾ ഇന്ന് മേടിക്കും. സമയവും ഇല്ല ഇന്ന്. പക്ഷേ ഈ കൊല്ലം ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ ഭയങ്കര മടിയാണ്. എന്താ കാര്യമൊന്നും അറിയില്ല. അതേ ലച്ചു അവിടെ പുറകിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി കാണാം. ആദ്യം മാക്സിൽ പോവാന്ന് ഓർത്തിട്ടാണ് ഇരിക്കണത്. അപ്പൊ നിങ്ങളെല്ലാവരും ഓണക്കോടി വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതുപോലെ ഞങ്ങളെ പോലെയും ലാസ്റ്റ് നിമിഷത്തിലൊക്കെ പോയി വാങ്ങുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. എന്താ പറഞ്ഞല്ലേ, മാക്സി പോവും, അവിടെ നിന്ന് കിട്ടും. ഇപ്പൊ ഈ ലാസ്റ്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും തീരും. എന്നുവെച്ചാ നമ്മുടെ സൈസിനുള്ള കിട്ടുമോന്ന് അറിയില്ല. എന്താണെങ്കിലും ഒരെണ്ണം വാങ്ങണം. പിന്നെ ലച്ചുവിന്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പൊ പിന്നെയും ഡ്രസ്സ് വാങ്ങാനുണ്ട്. അപ്പൊ എല്ലാവരും ലച്ചുവിന് പൈസ കൊടുത്തിട്ടുണ്ട്. അമ്മമ്മയും അച്ഛമ്മയും പിന്നെ കുഞ്ഞമ്മയും. അപ്പൊ എല്ലാവരെയും കൂടെ കാശൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇന്ന് വാങ്ങൂല, ബർത്ത്ഡേ വരാൻ വേണ്ടി പോണല്ലേ. എല്ലാം കൂടി ചേർത്ത് അപ്പോഴും ഇപ്പോഴൊക്കെ ഇട്ടൊക്കെ വാങ്ങും. അങ്ങനെയാണ് പ്ലാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ഏതോ ഒരു കൊല്ലം ഞാൻ ഓണത്തിന് പോകുമ്പോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചെന്നിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല, സൈസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ എന്നാ വണ്ടിയിൽ കുറച്ച് ഡീസൽ അടിക്കാം, എന്നിട്ട് പോവാം. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. വൻ ബ്ലോക്കാണ്, സിഗ്നലിന്റെ ബ്ലോക്ക് ആയിരിക്കില്ല ഇത് കേട്ടാ. ലച്ചുന്ന് എങ്ങനത്തെ ടൈപ്പ് ജീൻസാ എടുക്കാൻ വേണ്ടി പോകുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടാ? കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഏതോ ഒരു സമയത്ത് ഏതാടി വിഷുവിനാ. അപ്പൊ ലച്ചു പറഞ്ഞു എനിക്ക് കുറച്ച് ലൂസുള്ള പാന്റ് വേണം അമ്മ എന്ന് പറഞ്ഞു, ബ്ലാക്ക് കളർ. അതെല്ലാം പറഞ്ഞു, അതെല്ലാം കിട്ടി. അപ്പൊ ഇനി ഇന്ന് എന്താന്ന് പ്ലാനിങ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ കാണുന്നത് അറിയില്ല. അപ്പൊ അവിടെ കാണുന്നത് പെട്ടെന്ന് ഇറക്കം കുറയും ജീൻസ്. അങ്ങനെ നമ്മളിത് ആ പാലാരി വട്ടം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. ഓണത്തിന്റെ ഒക്കെ ഇങ്ങനെ സ്റ്റിക്ക് എന്തിനതേ മാഞ്ഞാലി ബിരിയാണി നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് കഴിക്കാം. അന്ന് ആ സൈഡിൽ കൂടെ പോയിട്ട് എന്തിനും മണമായിരുന്നു. ആ ബാക്കില് ബസ്സിന് സൈഡ് കൊടുക്കരുത് കേട്ടാ. എനിക്ക് വെക്കേഷന് സർവത്ത് വാങ്ങിച്ചു പറഞ്ഞിട്ട് അപ്പത്തേക്കും നിനക്ക് തുമ്മലായില്ലേ? ഈ ബസ് ഭയങ്കര ഹോണടിയത്. പ്രിയ ഫാബ്രിക്സ് അല്ലേ, ഇവിടെയാണ് മിക്ക ആൾക്കാരും നമ്മുടെ അവിടെ നിന്നുള്ള ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോകും. അപ്പോ നമ്മൾ എത്താറായിട്ടുണ്ട്. അതെ, ഞാൻ ഈ ബാഗ് വേൾഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാക്സിലേക്ക് എത്താറായി. ഇവിടെ ചെറിയ റോഡാ. മാക്സ് എത്തി. ഇവിടെ എന്തൊക്കെ ഉണ്ടാവോ എന്തോ ദൈവമേ, ഇവിടെ നിന്ന് തന്നെ കിട്ടിയാ മതിയായിരുന്നു. മാക്സ് 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 മാക്സ്. നമുക്ക് താഴത്തേക്ക് പോവാം. നമ്മളെന്തെങ്കിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് മാക്സിന്റെ അകത്ത് നിന്നിട്ട് കാണാം. അങ്ങനെ ലച്ചുവിനുള്ളത് ഏകദേശം ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ജീൻസും
ഒരു ഷർട്ട്. ലച്ചു സ്നാക്സ് കഴിക്കണ വിശന്ന്. ഇനി ഞങ്ങളൊന്ന് ഒബ്രോൺ മോളിലും കൂടി ഒന്ന് കയറാന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കുറച്ചൊക്കെ എടുത്തു. അപ്പൊ എല്ലാം കഴിഞ്ഞു. വിശക്കണമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ എന്നാ ഞങ്ങളിപ്പോ ഒബ്രോണിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ചെയ്തതിന് ഷർട്ടൊക്കെ മേടിച്ച് ലച്ചുവിന് വാങ്ങിയ ലച്ചുവിനെല്ലാം വാങ്ങി. ഇനി ഞങ്ങൾ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ചിലപ്പോ ഒന്ന് പുറത്തു പോകും ലൈറ്റായിട്ട്. ആണോ? മുഖം പൊള്ളണ്. നമ്മള് കണ്ടിട്ടുള്ള കഴിപ്പാണ്. ഷവർമ ഉണ്ടാക്കണ കണ്ടിട്ടുള്ള അതന്നെ വിശന്നിരിക്കണായിരുന്നു. എല്ലാം ഉണ്ട്. ഇതെന്താണ്? നാരങ്ങയാണ്. 40 രൂപയുള്ളൂ. നല്ലതാന്ന് തോന്നുന്നു. നമ്മളെ പോവാം.